നിങ്ങൾ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുന്നവരാണോ? എങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന 7 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഒന്ന് സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്തു നോക്കൂ. ഇൻഷാ അല്ലാ നിങ്ങൾ എന്താവശ്യത്തിന് വേണ്ടിയാണോ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുന്നത്, ആ ആവശ്യം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരികയാണ്. നിങ്ങളെ മുറാദ് ഹാസിലാകും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും ഇല്ല. മാത്രമല്ല അതോടൊപ്പം തന്നെ 11 അത്ഭുത ഫലങ്ങൾ നമ്മളെ ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഏതാണ് ആ 7 കാര്യങ്ങളെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. നമ്മളെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെ മുറാദുകളും നീ ഹാസിലാക്കണേ റഹ്മാനെ. എല്ലാവർക്കും സന്തോഷം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് നടക്കും. കഴിയുന്ന ആളുകളൊക്കെ കഴിയുന്ന സമയത്ത് അതിൽ പങ്കെടുക്കുക, പുണ്യം നേടുക. ഒരുപാട് ആളുകൾക്ക് ആ മജ്ലിസ് കൊണ്ട് ഒരുപാട് ഫലങ്ങൾ ലഭിക്കുന്നുണ്ട്. ഒരുപാട് ആളുകളുടെ മുറാദുകൾ ഹാസിലാകുന്നുണ്ട്. ഒരുപാട് ആളുകളുടെ ടെൻഷൻ മാറുന്നുണ്ട് എന്ന് പലരും സന്തോഷ വാർത്ത പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളും 6 മണിക്ക് നടക്കുന്ന ആ രാവിലെ 6 മണിക്ക് നടക്കുന്ന മജ്ലിസിൽ പങ്കെടുക്കുക, പുണ്യം നേടുക, ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുന്നവരാണോ? സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുന്ന ആളുകൾ ഞാൻ ഈ പറയാൻ പോകുന്ന 7 കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് സൂറത്തുൽ ഫത്ഹ് ഓതിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെ ആഗ്രഹങ്ങളൊക്കെ അല്ലാഹു നിറവേറ്റി തരികയാണ്. നിങ്ങളെ പ്രയാസങ്ങളൊക്കെ മാറുകയാണ്. സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ മാറുകയാണ്. ഏതാണ് ആ 7 കാര്യങ്ങളെന്ന് നമ്മൾക്കൊന്ന് പരിശോധിക്കാം. നാം ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ ഏത് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം നമ്മളുടെ നീയത്ത് നന്നാക്കുക എന്നുള്ളതാണ്. നമ്മളെ നീയത്ത് ശരിയായിട്ടില്ലെങ്കിൽ നമ്മളെ ഒരു അമലുകളും അല്ലാഹു കബൂൽ ചെയ്യുകയില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. നമ്മളെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുന്നത് നീയത്ത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുമ്പോൾ നല്ല നീയത്തോടു കൂടെയായിരിക്കണം പാരായണം ചെയ്യേണ്ടത്. ഒരാൾ നശിച്ചു പോകണം, ഒരാൾ നശിച്ച് പണ്ടാരടങ്ങണം എന്ന് വിചാരിച്ചിട്ട് സൂറത്തുൽ ഫത്ഹ് ഓതാൻ പാടില്ല. ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന് വേണ്ടി, എന്റെ റബ്ബ് കാണാൻ വേണ്ടിയാണ്, എന്റെ റബ്ബിന്റെ പൊരുത്തം കരസ്ഥമാക്കാൻ വേണ്ടിയാണ്, എന്റെ റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടിയാണ് ഞാൻ സൂറത്തുൽ ഫത്ഹ് ഓതുന്നത് എന്ന നല്ലൊരു നീയത്തോടു കൂടിയായിരിക്കണം സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യേണ്ടത്. നാം ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, ഉളൂഓടുകൂടെ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുക എന്നുള്ളതാണ്. പല ആളുകളും മൊബൈൽ ഫോണിൽ നോക്കി ഖുർആൻ ഓതാറുണ്ട്, അതല്ലെങ്കിൽ കാണാതെ സൂറത്തുൽ ഫത്ഹ് ഓതുന്ന ആളുകളുണ്ട്. എന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? ഉളു എടുക്കുക. മൊബൈൽ ഫോണിൽ നോക്കി ഓതുമ്പോൾ ഉളുവിന്റെ ആവശ്യമില്ല, കാണാതെ ഓതുമ്പോഴും ഉളു എടുക്കേണ്ട ആവശ്യമില്ല, നിർബന്ധമില്ല. പക്ഷേ കാണാതെ ഓതുമ്പോഴും മൊബൈൽ ഫോണിൽ നോക്കി ഓതുകയാണെങ്കിലും ഉളു എടുക്കൽ സുന്നത്താണ്. ഇനി ഖുർആൻ പിടിച്ചോതുമ്പോൾ ഉളു എടുക്കൽ നിർബന്ധമാണ് എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവും ഇല്ല. അപ്പൊ ഉളു എടുത്തുകൊണ്ടായിരിക്കണം, നല്ല നിലക്ക് ഉളു എടുത്ത് ആത്മാർത്ഥമായി സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുക. മൂന്നാമത്തെ കാര്യം, ഖുർആനിലേക്ക് നോക്കി ഓതാൻ ശ്രദ്ധിക്കുക. കാണാതൊക്കെ അറിയുമെങ്കിലും ഖുർആനിലേക്ക് നോക്കി ഓതൽ പുണ്യമുള്ള കാര്യമാണ്. ഖുർആനിന്റെ ഓരോ ഹർഫിലേക്കും, സൂറത്തുൽ ഫത്ഹിലെ ഓരോ ഹർഫിലേക്കും നമ്മൾ നോക്കി ഓതുമ്പോൾ, ഓരോ ഹർഫ് നോക്കുമ്പോഴും വ്യത്യസ്തങ്ങളായ പ്രതിഫലം അല്ലാഹു നമ്മൾക്ക് നൽകുകയാണ്. സമാധാനം അല്ലാഹു നമ്മൾക്ക് നൽകുകയാണ്. അപ്പൊ കഴിവിന്റെ പരമാവധി നോക്കി ഓതാൻ ശ്രമിക്കുക. ഖുർആനിലേക്ക് നോക്കി ഓതൽ, ഖുർആനിലേക്ക് നോക്കൽ പുണ്യമുണ്ട് എന്ന്, സുന്നത്താണ് എന്ന് മഹാന്മാർ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാലാമത്തെ കാര്യം, യഖീനോടുകൂടെ നല്ല ഉറപ്പോടുകൂടെ ഓതണം.
ഞാനിത് ഓതിക്കഴിഞ്ഞാൽ എന്റെ പ്രയാസങ്ങൾ റബ്ബ് മാറ്റിത്തരും, ഞാനിത് ഓതിക്കഴിഞ്ഞാൽ എന്റെ ദുഃഖങ്ങൾ അള്ളാഹു മാറ്റിത്തരും എന്നുള്ള ഉറപ്പ് നമ്മൾക്ക് ഉണ്ടാകണം. കിട്ടിയാ കിട്ടി, പോയാ പോയി, ലഭിച്ചാ ലഭിച്ചു, ലഭിച്ചില്ലെങ്കിൽ വേണ്ട എന്ന നിലക്ക് നമ്മൾ സൂറത്തുൽ ഫത്ഹ് ഓതാൻ പാടില്ല, ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. നല്ല ഉറപ്പോടുകൂടെയാണ് ചെയ്യേണ്ടത്. എന്റെ റബ്ബ് എനിക്ക് നൽകും, എന്റെ റബ്ബ് എനിക്ക് ആവശ്യമായതൊക്കെ നൽകുമെന്നുള്ള നല്ല ഉറപ്പോടുകൂടെ സൂറത്തുൽ ഫത്ഹ് നിങ്ങൾ ഓതി നോക്ക്, അത് അള്ളാഹു നൽകിയിരിക്കും, അതിൽ സംശയം വേണ്ട. അഞ്ചാമത്തെ കാര്യം, കിബിലയിലേക്ക് തിരിഞ്ഞോതുക. അത് ഖുർആൻ ഓതുന്ന മര്യാദയാണ്. ഖുർആൻ ഓതുന്ന സമയത്ത് കിബിലയിലേക്ക് തിരിഞ്ഞോതൽ പ്രത്യേകം സുന്നത്തുണ്ട്. അപ്പൊ കിബിലയിലേക്ക് തന്നെ തിരിഞ്ഞിരുന്ന് ഓതാൻ ശ്രദ്ധിക്കണേ. ആറാമത്തെ കാര്യം, നല്ല വൃത്തിയുള്ള ഡ്രസ്സ് ധരിക്കുക. ഖുർആൻ ഓതുമ്പോ നല്ല വൃത്തി ഉണ്ടായിരിക്കണം, പല്ല് തേക്കണം. എങ്ങനെങ്കിലും ഖുർആൻ ഓതിയാ പോരാ. അതുകൊണ്ടാണ് നമ്മൾക്ക് ഈ ഖുർആനൊക്കെ ഓതുമ്പോ ഫലം ലഭിക്കാത്തത്. തോന്നിയ പോലെ പല ആളുകളും ഖുർആൻ ഓതുക. നല്ല വൃത്തിയുള്ള സ്ഥലത്തിരിക്കണം, നജസൊന്നും ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ വായ വൃത്തിയാക്കുക. ഖുർആനാണ് നമ്മൾ ഓതുന്നത്, വായ വൃത്തിയാക്കുക, ശരീരം വൃത്തിയാക്കുക, നല്ല ഡ്രസ്സ് ധരിക്കുക, വൃത്തിയുള്ള സ്ഥലത്തിരിക്കുക. ഇതാണ് ആറാമത്തെ കാര്യം. ഏഴാമത്തെ കാര്യം, ഓതിക്കഴിഞ്ഞാൽ ദുആ ചെയ്യുക. അത് ഖുർആനിന്റെ ഒരു മര്യാദയാണ്. ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എങ്ങനെ ദ്വാരക്കണ്ട? റബ്ബേ, ഞാൻ ഓതിയ ഈ സൂറത്തുൽ ഫത്ഹിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ പ്രയാസങ്ങൾ മാറ്റിത്തരണേ, എന്റെ കഷ്ടപ്പാടുകൾ മാറ്റിത്തരണേ, എന്റെ സങ്കടങ്ങൾ മാറ്റിത്തരണേ. ഇങ്ങനെ അള്ളാഹിനോട് ദുആ ചെയ്യുക. എത്ര പ്രാവശ്യം ഓതി? 21 പ്രാവശ്യമാണെങ്കിൽ റബ്ബേ, ഞാൻ 21 പ്രാവശ്യം സൂറത്തുൽ ഫത്ഹ് ഓതിയിട്ടുണ്ട്, അതിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ പ്രയാസങ്ങൾ മാറ്റിത്തരണേ. ഇങ്ങനെ അള്ളാഹിനോട് നിങ്ങളാണ് ദുആ ചെയ്ത് നോക്കാനും. ഈ പറഞ്ഞ മര്യാദകളൊക്കെ പാലിച്ച് നിങ്ങൾ സൂറത്തുൽ ഫത്ഹ് ഓതിക്കാനും. അമ്പരപ്പിക്കുന്ന നേട്ടങ്ങളാണ് നിങ്ങളെ ജീവിതത്തിൽ ഉണ്ടാവുക. അതുപോലെ ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സാവധാനത്തോടെ ഓതണം. പല ഉമ്മമാരൊക്കെ ഖത്തം തീർക്കുമ്പോൾ അങ്ങോട്ട് സ്പീഡിൽ ഓതിപ്പോയി ബിസ്മില്ലാഹിർ റഹ്മാനിർ മാലികി യൗമിദ്ദീൻ, അങ്ങനെ ഖുർആൻ ഓതാൻ പറ്റൂല. ഖുർആൻ ഓതുമ്പോൾ സാവധാനത്തോടുകൂടെ സമാധാനത്തോടെ ഓതണമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ സാവധാനത്തോടെ ഓതുക, സമാധാനത്തിലിരുന്ന് ഓതുക. ഇങ്ങനെ ഓതിക്കഴിഞ്ഞാൽ അമ്പരപ്പിക്കുന്ന നേട്ടങ്ങളാണ് നമ്മളെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത്. ഒന്നാമത്തെ നേട്ടം, അള്ളാഹുവിന്റെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും മഹബത്ത്, സ്നേഹം, തൃപ്തി നമ്മൾക്ക് കരസ്ഥമാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഏതൊരു മുസ്ലിമായ മനുഷ്യനും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. അള്ളാഹുവിന്റെ തൃപ്തിയും റസൂലുള്ളാഹിന്റെ സ്നേഹവുമാണ്. അത് നമ്മൾക്ക് കരഗതമാക്കാൻ കഴിയുമെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ജീവിത വിജയത്തിന് നല്ലതാണ്. കച്ചവടത്തിൽ വിജയിക്കാൻ, ജോലിയിൽ വിജയിക്കാൻ, ദാമ്പത്യ ജീവിതത്തിൽ വിജയിക്കാൻ, പരീക്ഷയിൽ വിജയിക്കാൻ എല്ലാം സൂറത്തുൽ ഫത്ഹ് നല്ലതാണ്. അപ്പൊ ഒരാളുടെ മുന്നിലും പിന്നെ നമ്മൾ തോൽക്കുകയില്ല, ഒരാളുടെ മുന്നിലും തല കുനിക്കേണ്ടി വരില്ല. 7 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ അനുഗ്രഹം, ഖളാഉൽ ഹവായിജ്, നമ്മളെ ആവശ്യ പൂർത്തീകരണത്തിന് സൂറത്തുൽ ഫത്ഹ് നല്ലതാണ്. എത്രയോ ആവശ്യങ്ങൾ നമ്മൾക്കുണ്ട്. ദുനിയാവിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്, പരലോകത്തും ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതിനൊക്കെ സൂറത്തുൽ ഫത്ഹ് നല്ലതാണ്. ഈ പറഞ്ഞ 7 കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ദുആ ചെയ്തിട്ട് സൂറത്തുൽ ഫത്ഹ് ഓതിക്കഴിഞ്ഞാൽ ആവശ്യ പൂർത്തീകരണത്തിന് നല്ലതാണ്. ഹലാലായ ഭൂമിക്കടിയിലുള്ള ഏതേത് ആവശ്യങ്ങളുണ്ടോ അതിനൊക്കെ സൂറത്തുൽ ഫത്ഹ് നല്ലതാണ്. അതിന് ആത്മാർത്ഥത വേണമെന്നുള്ളതിൽ സംശയം ഇല്ല. നാലാമത്തെ കാര്യം, പൈശാചികമായ ഷർറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. പിശാച് ബാധയാണ് ഉസ്താദേ, സിഹ്റാണ് ഉസ്താദേ, കണ്ണേറാണ് ഉസ്താദേ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഉമ്മമാര് ദുആ ചെയ്യാൻ പറയലുണ്ട്. അതിനൊക്കെ പറ്റിയ ഒരു മരുന്നാണ് സൂറത്തുൽ ഫത്ഹ്. ഓതാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. അപ്പൊ പിശാച് ബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ, സിഹ്ർ ഏൽക്കാതിരിക്കാൻ, അതിന്റെ ഉപദ്രവം കൊണ്ട് പ്രയാസപ്പെടാതിരിക്കാനൊക്കെ സൂറത്തുൽ ഫത്ഹ് എന്നും നമ്മളെ വീട്ടിൽ പാരായണം ചെയ്യുക. അഞ്ചാമത്തെ ഗുണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറഞ്ഞ പ്രതിഫലം അള്ളാഹു നമ്മൾക്ക് നൽകും. മൗലൂദ് ചൊല്ലിയ പ്രതിഫലം അഥവാ നബിയുടെ മദ്ഹാണ് സൂറത്തുൽ ഫത്ഹിന്റെ അവസാന ഭാഗത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞ അതല്ലെങ്കിൽ സ്വലാത്ത് ചൊല്ലിയതിന്റെ പ്രതിഫലം അള്ളാഹു നമ്മൾക്ക് നൽകുകയാണ്. ആറാമത്തെ കാര്യം, വിഷമങ്ങളും സങ്കടങ്ങളും മാറാൻ 21 പ്രാവശ്യം സൂറത്തുൽ ഫത്ഹ് പ്രത്യേകമായി പാരായണം ചെയ്യുക.
എങ്ങനെ 21 പ്രാവശ്യം സൂറത്തുൽ ഫത്ഹ് 3 ദിവസം കൊണ്ടോ 7 ദിവസം കൊണ്ടോ ഓതി തീർത്തു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ വിഷമങ്ങൾ മാറും. എത്രയോ വിഷമുള്ള ആളുകളുണ്ട്. ടെൻഷൻ, ഇന്ന് ഒരുപാട് ആളുകളെ പിടികൂടിയ ഒരു രോഗമാണ് ടെൻഷൻ എന്ന് പറയുന്നത്. ആ ടെൻഷനിൽ നിന്ന് രക്ഷപ്പെടാൻ സൂറത്തുൽ ഫത്ഹ് 21 പ്രാവശ്യം ഓതിയാൽ മതി എന്ന് വലിയ ഖസീനത്തുൽ അസ്റാർ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 ദിവസം കൊണ്ട് ഓതി തീർത്താൽ മതി, 7 ദിവസം കൊണ്ട് ഓതി തീർത്താൽ മതി. വളരെ കുറഞ്ഞ ആയത്തുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. വിഷമം മാറാൻ 21 പ്രാവശ്യം പാരായണം ചെയ്യുക. 7ാമത്തെ അനുഗ്രഹം, ദുനിയാവ് മുഴുവനും ലഭിക്കുന്നതിനേക്കാൾ ഖൈറ് സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യലാണ്. ഒരാൾ വന്നിട്ട് നമ്മളോട് പറഞ്ഞു, ഈ കാണുന്ന ജ്വല്ലറി മുഴുവനും നമ്മൾക്ക് നൽകാമെന്ന്, അതല്ലെങ്കിൽ നിനക്ക് നിധി നൽകാന്ന് പറഞ്ഞു, അനക്ക് ഒരുപാട് സമ്പത്ത് നൽകാന്ന് പറഞ്ഞു, ഈ ദുനിയാവിൽ വലിയ അധികാരം നൽകാന്ന് പറഞ്ഞു. എന്നാൽ അതിനേക്കായും ഒക്കെ നമ്മൾക്ക് ഖൈറ് സൂറത്തുൽ ഫത്ഹുമായി ബന്ധപ്പെടലാണ്. അത്രയും പ്രതിഫലം, അത്രയും സ്ഥാനം സൂറത്തുൽ ഫത്ഹിന് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. 8ാമത്തെ അനുഗ്രഹം, മുത്ത് നബിയെ സന്തോഷിപ്പിച്ച കൂലി നമ്മൾക്ക് നൽകും. റസൂലുള്ളാഹിനെ സന്തോഷിപ്പിക്കാൻ ആ കാലത്ത് നമ്മൾ ജീവിച്ചിട്ടില്ല. എന്നാൽ സൂറത്തുൽ ഫത്ഹുമായി ബന്ധപ്പെട്ടാൽ മുത്ത് നബിയെ സന്തോഷിപ്പിച്ച കൂലി അല്ലാഹു നമ്മൾക്ക് നൽകുകയാണ്. 9ാമത്തെ ഗുണം, കടം വീടാൻ സൂറത്തുൽ ഫത്ഹ് നല്ലതാണ്. ഒരുപാട് ആളുകളെ വിഷമം കടാണ്. ഒരുപാട് ആളുകൾക്ക് പറയാനുള്ളത് കടാണ്. എല്ലാ മജ്ലിസിലും രാവിലെ 6 മണിക്ക് നടക്കുന്ന നമ്മളെ അത്ഭുത ഫലം ലഭിക്കുന്ന ആ മജ്ലിസ് ഉണ്ടല്ലോ, അത് പല ആളുകളും 6 മണിക്ക് കാണുന്നവരുണ്ട്, 7 മണിക്ക് കാണുന്ന ആളുകളുണ്ട്, 8 മണിക്ക് കാണുന്ന ആളുകളുണ്ട്, വീട്ടുജോലിയൊക്കെ കഴിഞ്ഞിരുന്ന് തിരക്കൊക്കെ ഒഴിഞ്ഞിരുന്ന് കേൾക്കുന്ന ആളുകളുണ്ട്. അതിലൊക്കെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് കടമാണ്. നമ്മളെ മജ്ലിസ് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് റാഹത്ത് ലഭിച്ചിട്ടുണ്ട്. അല്ലാഹു ഈ കാണുന്നവർക്കൊക്കെ അതിൽ പങ്കെടുക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അപ്പൊ കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സൂറത്തുൽ ഫത്ഹുമായി ബന്ധപ്പെടുക. അതുപോലെ തന്നെ പല ആളുകളും പറയാറുണ്ട്, എന്റെ ഭർത്താവ് ഗൾഫിൽ ജോലി വെറുതെ ജയിലിലിട്ടിട്ടുണ്ട്, ചെറിയൊരു കാരണത്താൽ ജയിലിലിട്ടിട്ടെന്നൊക്കെ പറയാറുണ്ട്. ജയിൽ മോചനത്തിന് സൂറത്തുൽ ഫത്ഹ് നല്ലതാണ് എന്ന് മഹാന്മാര് പ്രത്യേകം അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ 11ാമത്തെ പ്രതിഫലം, നല്ല പദവി ലഭിക്കാൻ ഒരാൾക്കും നമ്മളെ തരം താത്താൻ കഴിയില്ല. ആര് നമ്മളെ നിസാരപ്പെടുത്തിയാലും, ആര് നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും അള്ളാഹുവിന്റെ അടുക്കൽ നല്ല സ്ഥാനം നമ്മൾക്ക് ലഭിക്കും. ഒരാൾക്കും നമ്മളെ തരം താത്താൻ കഴിയില്ല, ഒരാൾക്കും നമ്മളെ വഷളാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സൂറത്തുൽ ഫത്ഹ് ഓതി കഴിഞ്ഞാൽ 11ാമത് ലഭിക്കുന്ന ഗുണം. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. അതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട 11 ഗുണങ്ങളാണ് നിങ്ങളെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചത്. അള്ളാഹു സൂറത്തുൽ ഫത്ഹിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ, എല്ലാ പ്രയാസങ്ങളും അകറ്റിത്തരട്ടെ. റഹ്മാനായ അള്ളാഹ് ഞങ്ങളെ ഖൽബ് നീ നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളെ ദുഃഖങ്ങൾ അകറ്റി തരണേ അല്ലാ, കുടുംബത്തിലും മക്കളിലൊക്കെ ഐക്യം നിലനിർത്തി തരണേ റഹ്മാനെ, മനസ്സമാധാനം നൽകണേ അല്ലാ, നല്ല ദാമ്പത്യ ജീവിതം നൽകണേ അല്ലാ, വീടില്ലാത്തവർക്ക് വീട്, ജോലിയില്ലാത്തവർക്ക് ജോലി, മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ കൊടുക്കണേ അല്ലാ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെ വീട്ടി കൊടുക്കണേ അല്ലാ, സിഹർ കണ്ണേറുകളെ തൊട്ട്, പിശാച് ബാധയെ തൊട്ട്, ശത്രുക്കളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും കാക്കണേ അല്ലാ, ഞങ്ങളെ ഹലാലായ സർവ്വ മുറാദുകളും സൂറത്തുൽ ഫത്ഹിന്റെ ബറക്കത്ത് കൊണ്ട് പൂർത്തീകരിക്കണേ റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.